ഹലോ ഗൈസ്, ഇന്ന് രാവിലെ എണീറ്റ് പുറമൊക്കെ വന്നിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ മാനൊക്കെ ഇങ്ങനെ വെളുത്തിങ്ങനെ വരണുള്ളൂ. കാരണം രാവിലെ ഇത്തിരി കുറച്ച് നേരത്തെയാണ് എണീറ്റുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റൊന്നും കെടുത്തിയിട്ടില്ല. അത്രയും കുറച്ച് നേരത്തെയാണ്. എന്നാലും നേരം കുറച്ച് വെളുത്ത് വരികയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അവിടെ ഒന്ന് നിന്ന് കുറച്ച് വൈബടിച്ച ശേഷം ഞാൻ വന്നിട്ട് ബെഡൊക്കെ അങ്ങനെ ഇതായിട്ട് കിടന്നുണ്ട്. രാത്രി കിടന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് പുതപ്പൊക്കെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ റൂമിൽ ബെഡും പുതപ്പൊക്കെ സെറ്റാക്കി തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ ചെയ്യും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ പണി നമ്മൾ അടിച്ചോരി തുടയ്ക്കുന്ന അപ്പം ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല ബെഡൊക്കെ ക്ലിയർ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ നല്ല വൃത്തി നമുക്ക് വീട്ടിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും കേട്ടോ. ഈ ബെഡുമത്തെ സംഭവങ്ങൾ ഇങ്ങനെ ആകെ വലിച്ചിട്ട് നമുക്ക് ആ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഓൾ സെറ്റാക്കി വെച്ചു. അതിന് ശേഷം ഞാൻ എല്ലാവരും ഒന്നും ക്ലിയർ അല്ലേ എന്ന് എല്ലാവരും നോക്കുക കേട്ടോ. അതിന് ശേഷം അച്ഛൻ വരും ഇപ്പോൾ പാലും കൊണ്ടിട്ട്. അപ്പോൾ പാലും കുപ്പിയൊക്കെ എടുത്ത് കൊടുന്ന് വെക്കുക. അപ്പോൾ അച്ഛൻ വന്ന് വേഗം പോയിട്ട് ആ പാലും കുപ്പി അങ്ങോട്ട് കൊണ്ടുകൊടുക്കാൻ മുന്നില്ല പോണ്ട മറുത്ത് വെച്ച് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ സ്റ്റാൻഡുമ്മ ചെരുപ്പ് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം വെച്ച് ഒരു ദിവസം വെക്കില്ല. അവിടെ ഇവിടെ ഇങ്ങനെ വലിച്ചു വാരിയിടും. അപ്പോൾ ഏതൊക്കെ ഓർഡർ ഇല്ലാണ്ട് കിടക്കണതൊക്കെ ഞാൻ കൊണ്ടിട്ട് സ്റ്റാൻഡുമ്മ വെക്കുക കേട്ടോ. പ്രേക്ഷകരുടെ ഷൂ മാത്രം അവിടെ വെക്കില്ല. ഇനി പ്രേക്ഷകരുടെ ഇട്ട് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഷൂ ഞാൻ മാറ്റി വയ്ക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷം തുണികൾ കുറച്ച് വാഷിംഗ് മെഷീനിൽ ഇടാണ്ടായിരുന്നു. അപ്പോൾ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇട്ടു. അതിനുശേഷം അടിച്ചൊരു തുടയ്ക്കാനുള്ള പരിപാടി ഉണ്ട് കാലത്ത്. ഇപ്പോൾ കർക്കിടം തുടങ്ങിയ ശേഷം കാലത്ത് തന്നെ തുടയ്ക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് അടിച്ച് കോരിയാട്ടെ. ഈ ചൂലുകൊണ്ട് അടിക്കുമ്പോൾ നല്ല എല്ലാം പോരും. ആ നേരം മോനെ ഞാൻ എനിക്കുമ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ട്. അവനെ എക്സാം ആയിരുന്നു. അപ്പോൾ അത് അവനെ പഠിക്കണം അവിടെ ഇരുന്നിട്ട്. അപ്പോഴേക്കും ഞാൻ അടിച്ചോറിലൊക്കെ കഴിഞ്ഞു. തുടയ്ക്കാനുള്ള പരിപാടി കുറച്ച് ലിക്വിഡ് ചെറുതായിട്ടൊരു മണത്തിന് വേണ്ടി ലിക്വിഡ് ഒഴിക്കും. ലിക്വിഡ് ആ നേരത്തെ കുറച്ച് ചെറിയൊരു തന്നെ ഉള്ളോട്ടോ. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നില്ല. ചെറിയൊരു മണം നമ്മൾ തുടയ്ക്കുമ്പോൾ നമുക്കൊരാശ്വാസം. അങ്ങനെ അവിടെയൊക്കെ ഉമ്മറൊക്കെ തുടച്ചെടുക്കാം. പിന്നെ വെള്ളിയാഴ്ച ദിവസം ഇവിടെ ചെറിയൊരു പൂജ പോലെ, അമ്പലത്തിലൊന്നും പോലെ ചെറുതായിട്ട് ഇങ്ങനെ നിവേദ്യം കൊടുക്കണ പോലെ ചെയ്യും. അപ്പോൾ അതൊക്കെ കഴുകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ അമ്മ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചമ്മന്തിക്കുള്ള ഞാൻ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടും റെഡിയായി. അതിന് ശേഷം സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ, പൊട്ടുകടല ചമ്മന്തി. പിന്നെ ഇഡ്ഡലി ആവി പറക്കണ ഇഡ്ഡലി ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലി കേട്ടോ. അപ്പോൾ 4 തട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് അമ്മ ടിഫനാണ് കഴിക്കുക. അപ്പോൾ അമ്മയ്ക്ക് കൂടി ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടില്ല വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വിളക്കൊക്കെ ഞാൻ പുളി തേക്കുകയാണ്. പുളി തേച്ചിട്ട് നമ്മൾ ലിക്വിഡ് ഒഴിച്ചിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ സ്ക്രബ് കൊണ്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ നമുക്ക് വെട്ടി തിളങ്ങുന്ന പോലെ അങ്ങനെ വെളുക്കും. അപ്പോൾ പുളി ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാടൻ പുളിയാട്ടോ. എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അമ്മ എനിക്ക് തരണതാണ്. അപ്പോൾ ആ നാടൻ പുളി ആയതുകൊണ്ട് തന്നെ അത് തേക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും എല്ലാ വിളക്കും. അപ്പോഴേക്കും അച്ഛൻ വന്നു. അപ്പോൾ പാലും കുപ്പിയൊക്കെ കൊടുത്ത് ഞാൻ പാല് വാങ്ങിക്കാട്ടോ. ആ വീട്ടിലത്തെ പാലൊന്നല്ല കേട്ടോ, വീടിൻ്റെ അടുത്ത വീട്ടിലെ പാല്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് തന്നിട്ട് അച്ഛൻ അങ്ങനെ പണിക്ക് പോട്ടെ. അച്ഛന് 7:45 ആകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ അച്ഛൻ നേരത്തെ വന്നിട്ട് എൻ്റെ വന്ന് അങ്ങനെ അച്ഛൻ പണിക്ക് പോകും. അപ്പോൾ ആ വന്ന നേരം കൊണ്ട് 2 കമൻ്റ് അടിച്ചിട്ട് അവിടെ മൂപ്പരാൾ പോവാം. അപ്പോൾ അമ്മലെ നിനക്ക് എന്താ പോവാറായിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി ഇതാക്കിയിട്ട് അച്ഛൻ പോവും. അപ്പോഴേക്കും ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ അമൽമോന് കൊടുക്കാൻ പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ അമ്മ അതൊക്കെ മോൻ പോണൻ്റെ മോന് അച്ഛമ്മ വായിൽ വെച്ചാൽ അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയെ കൊണ്ട് വായിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോഴേക്കും ആരാധ്യമോൾക്ക് ഫുഡിനോട് അത്ര താല്പര്യം. ഇഡ്ഡലി കഴിക്കണ്ടേ എന്നുള്ള ചേട്ടൻ കഴിക്കുമ്പോൾ ഇവരെങ്ങനെയാണ് കഴിക്കണം എന്നുള്ള ഫീലിലാണ് അവൾ നിൽക്കണം. അപ്പോഴേക്കും വിളക്കൊക്കെ കഴുകി ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അവിടെ മുക്കിറ്റിക്കുരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും തുളസിയും പൂവും ഒക്കെ സെറ്റാണ് കേട്ടോ. അപ്പോഴേക്കും മോൻ സ്വാമീനൊക്കെ തൊഴുതിട്ട് സ്കൂളിൽ പോകാനുള്ള പരിപാടി. ആ നേരം കൊണ്ട് മക്കൾ കഴിക്കട്ടെ. അപ്പം മോള് ഇരിക്കുന്നുണ്ടില്ലേ, ഞാൻ ഫുഡ് കഴിക്കാത്തതിന് ചീത്ത അറിയുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അമലുട്ടം എന്നെ കണ്ടൊരു ഉമ്മ തരാണ്ട് അവന് പോകാൻ പറ്റില്ല. അപ്പോൾ വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ടാറ്റയൊക്കെ തന്നിട്ട് പോയി. അപ്പോഴേക്കും പിള്ളേരുടെ താഴെയുള്ള ആൾക്കാർ ഓട്ടോറിക്ഷ അവരുടെ ഓട്ടോ വരാറായി, ഓട്ടോ ടാക്സി പോലത്തെയാണ്. അപ്പോൾ അത് വരാറായി. അപ്പോൾ അത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചെരുപ്പൊക്കെ എടുത്തിട്ട് ചെരുപ്പൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നൊക്കെ അച്ഛമ്മ പറയട്ടോ. അങ്ങനെ അവർ കൊടയും ചെരുപ്പും ഒക്കെ ഇട്ട് സെറ്റായിട്ട് ബായൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്നിട്ട് ഇറങ്ങാനുള്ള പരിപാടി. അത് കഴിഞ്ഞ് അവിടെ തന്നിട്ടും ഞാൻ വീഡിയോ എടുക്കണപ്പോൾ ടാറ്റ തരൽ കൂടി ഗൈസ്. അപ്പോൾ ഒത്തിരി കൂടി നീക്കി നിർത്തിയിട്ട് ടാറ്റ ധരിപ്പിക്കുകയാണ് ഒരാൾ.
അത് കഴിഞ്ഞ് ഇതേ അപ്പോഴേക്കും വണ്ടി വന്നിട്ട് ഇതേ എല്ലാ 2 മക്കളും കയറിപ്പോയി. ഇവരാണ് ആദ്യം കയറുക. അതിന് ശേഷം അപ്പുറത്തു നിന്നൊക്കെ കുട്ടികളുണ്ട്. അങ്ങനെ എൻ്റെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഹാളിൽ നിന്ന് ചെറിയൊരു പ്രഹസനം കാണിക്കട്ടെ. അത് കഴിഞ്ഞ് ഇതൊക്കെയാണ് നിവേദ്യം കൊടുക്കണ പോലെ. വലിയ പൂജ അങ്ങനെയല്ല, ചെറിയൊരു മദ്രാസിലൊക്കെ താമസിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ശീലം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെയും ചെയ്യണമെന്ന് മാത്രം. വെള്ളിയാഴ്ച ദിവസം മാത്രം വിളക്ക് കത്തിച്ച്, ഞാൻ നെയ്യ് കത്തിച്ച്, അമ്മ അപ്പുറത്ത് കത്തിച്ച്. ഇന്ന് പ്രേക്ഷണം കത്തിക്കില്ല കേട്ടോ രാവിലെ. വെള്ളിയാഴ്ച ദിവസം ഞങ്ങളാ കത്തിക്കാം. അപ്പോൾ ആ നിവേദ്യം ഇങ്ങനെ നമ്മളിങ്ങനെ ദൈവത്തിന് സമർപ്പിച്ചു എന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ അതൊക്കെ ചെയ്തു. അപ്പോൾ അമ്മ സമർപ്പയാമി എന്നാണ് പറയട്ടെ. നിവേദ്യം സമർപ്പയാമി, പുഷ്പം സമർപ്പയാമി അങ്ങനെയൊക്കെ പറയും. പുഷ്പമൊക്കെ സമർപ്പിച്ചു. അതിനുശേഷം കൽപ്പൂരം എനിക്ക് കാണിക്കുക. കൽപ്പൂരമൊക്കെ ഞാൻ തൊഴുക കേട്ടോ. അങ്ങനെ എല്ലാ മക്കളുടെയൊക്കെ പേരിൽ തൊഴുതു. അങ്ങനെ അതിന് ശേഷം ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചു. പിന്നെ ഉച്ചക്കത്തെ പരിപാടിയായി. അപ്പോൾ ഒരു കൊല കായ ഇതായി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉപ്പേരിക്ക് അടിയിലത്തെ ഭാഗം ഉപ്പേരിക്ക് എടുക്കുക. പയറും കായും ഉപ്പേരി വെച്ചാൽ ഞങ്ങൾക്ക് നല്ല ഇഷ്ടം. അപ്പോൾ സാമ്പാറുണ്ടല്ലോ, അപ്പോൾ സാമ്പാറിന് സെറ്റാണ്. പയറും കായും കുത്തിക്കാച്ചിയത് തൃശ്ശൂരിലുള്ളത് ഒരു ടൈപ്പാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഏറ്റവും അടിയിലത്തെ എടുത്ത ഉപ്പേരിക്ക് സെറ്റാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ, മുകളിലത്തെ പഴുപ്പിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ ഇത് പയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം നമ്മുടെ വീട്ടിലെ കായ ഇങ്ങനെ അരിഞ്ഞ് സെറ്റായത് ഇട്ടു. പിന്നെ മുരിങ്ങക്കായ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടാണ്. മുരിങ്ങക്കായ വേറൊരു ഫ്രൈ പോലൊരു സംഭവം ഉണ്ടാക്കാനാണ്. നല്ല മുരിങ്ങക്കായ പെരിഞ്ചീരകവും പച്ചമുളകും ചതച്ചത് ഉണ്ടാവട്ടെ. അത് രണ്ടും കൂടി ചതക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായിലേക്ക് ഇത് രണ്ടും കൂടി ഇടുക. പെരിഞ്ചീരകവും പച്ചമുളകും ചതച്ചത് അതിലേക്ക് ഇടുക. അതിങ്ങനെ മുരിഞ്ഞിങ്ങനെ വരണം. മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ബ്രൗൺ കളറാവും. അപ്പോൾ ആ സമയത്ത് മുളകും പൊടി ഇടണം. ഇതൊക്കെ തന്നെ ഇടണം. പിന്നെ ഉപ്പും. ഇത്രയും 4 ഇൻഗ്രീഡിയൻസ് തന്നെ ഉള്ളൂ കേട്ടോ അതിലേക്ക്. ഇതും ഈ മുളകും പൊടി ഒന്ന് മൂത്തിങ്ങനെ വരണം. ആ മഞ്ഞപ്പൊടിയും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറാവണം. കല്ലുപ്പാണ് അമ്മ യൂസ് ചെയ്യാൻ പറയാറുണ്ടല്ലോ എപ്പോഴും. അപ്പോൾ അത് നന്നായിട്ടിട്ട് ഇത് ഇങ്ങനെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ആ പെരിഞ്ചീരകമൊക്കെ ചെറുതായിട്ടൊന്നും മുരിഞ്ഞ് കരിയാൻ പാടില്ല കേട്ടോ ഗൈസ്. ഇങ്ങനെ ഒരു റെഡിഷ് കളർ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിലേക്ക് നല്ല മുരിങ്ങക്കായ, നല്ല തള്ളിരി മുരിങ്ങക്കായ കിട്ടുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മൂത്ത മുരിങ്ങക്കായ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ആ മുരിങ്ങക്കായൊക്കെ അതിലേക്ക് എല്ലാം കൊട്ടുകയാണ്. അത് കൊട്ടി കുഞ്ഞു ചെറുതായിട്ട് അരിയും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇളക്കി നമ്മളതിങ്ങനെ ഇളക്കി നന്നായിട്ട് അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ മറ്റേ മുളകും പൊടിയൊക്കെ ഇട്ടത് നന്നായി മറച്ച് ഇളക്കിയിടണം. നല്ല അടിഭാഗം ഇങ്ങനെ ഇതുണ്ടോ, ഒരു നല്ലൊരു ഡാർക്ക് റെഡ് പോലെയല്ല. ഈ ഒരു പരുവത്തിലിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ച് ഇത് ഇപ്പോൾ കാണുന്നില്ല അത്ര വെള്ളം ഒഴിക്കണ്ടോ. അതെ, ആ കയ്യിൽ കഴുകിയിട്ട് അമ്മ അതിലേക്ക് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇത് അമ്മ ഉണ്ടാക്കണം കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ അതൊക്കെ സെറ്റായിക്കൊണ്ട് ആ നേരം കൊണ്ട് ഇതിലത് മൂടി വയ്ക്കുക. അത്ര ഉള്ള അതിൻ്റെ പരിപാടി. അപ്പം കായും പയറും വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതയ്ക്കുക. അപ്പോൾ അത് സെറ്റായിട്ടാണ്. മുരിങ്ങക്കായ വെന്ത് സെറ്റായി. ഞാൻ ചതച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചിട്ടുണ്ട്. അത് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് അതിട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കുത്തുമുളക് ഇടുക. ഇത് പയറും കായലിക്കാട്ടോ. അമ്മ കുത്തുമുളക് ഇട്ടു. കുത്തുമുളക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒന്ന് മുരിഞ്ഞൊരു അതും ഒരു പ്രത്യേക തരം കളർ വരണം. ആ സമയത്ത് ഈ പയറും കായും വേവിച്ച് വെച്ചത് നമ്മൾ അതിലേക്കിട്ട് അതും ഇങ്ങനെ ഇളക്കി സെറ്റാക്കണം. അത് ഇങ്ങനെ നന്നായി ഇളക്കി. ഇപ്പം തന്നെ ഇത് മാത്രം മതി ചോറിനാട്ടോ. സാമ്പാറുണ്ടല്ലോ ഞങ്ങൾക്ക് രാവിലത്തെ ഇഡ്ഡലിയുടെ സാമ്പാർ. അപ്പം ആ സാമ്പാറും ഇതും കൂടിയിട്ട് ഇതും പിന്നെ മുരിങ്ങക്കായ ഫ്രൈ കണ്ടില്ലേ, അപ്പം അതും കൂടി കഴിക്കാം വിചാരിച്ചിട്ടാണ്. അത് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം ചോറൊക്കെ അത് സെറ്റായതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് തുണികൾ അഴയിൽ വിരിക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ മുകളിൽ പോയിട്ട് അഴയിൽ വിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഴയിൽ എല്ലാം ഇട കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ. 3 കുട്ടികളുടെ കാരണം ഈ മഴയൊക്കെ അല്ലേ. അപ്പോൾ കുറേ ഉണ്ട് വിരിക്കാൻ കേട്ടോ. അപ്പം എല്ലാം വിരിച്ച് സെറ്റായി. അപ്പോൾ അതിനുശേഷം മോന് PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു മോൾക്ക്. അപ്പോൾ ആ മോൻ്റെ അടുത്തേക്കൊക്കെ പോയി. അപ്പോഴേക്കും അവർക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഇതൊക്കെ കഴിക്കുക. ലോഡർ ഫ്രൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആദ്യം മോന് വിശന്നിട്ട് അവൻ ചായയും വടയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ലോഡർ ഫ്രൈസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരാധ്യയുടെ ഓരോ ഇതോളുണ്ട കാണുന്നത്. അപ്പോൾ ആദ്യമം വിശന്നിട്ട് ഇതും വടയും മിൻലയും ഒക്കെ കൂടി കഴിക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.